ഞാനിതാ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തോന്നി കുറച്ച് മീനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. നമ്മൾ സഫാരിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അതുപോലെ തന്നെ വെച്ച്, സാധാരണ ഞാൻ അങ്ങനെ വെക്കാറില്ല, സമയം കിട്ടാത്തതുകൊണ്ടായിരുന്നു അങ്ങനെ വെച്ച് പോയി. അപ്പോൾ പിറ്റേ ദിവസം ഇതാ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് മീനെടുത്ത് വെള്ളത്തിയിട്ട് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ചോറൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അരി കഴുകി അടുപ്പിട്ടിട്ട് മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മീൻ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ നിങ്ങളും ഇങ്ങനെയാണോ വെക്കുന്നതെന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം ഞാൻ മീൻ നന്നാക്കാൻ പോയി. മത്തിയും ഫിലോപ്പിയും ആയിരുന്നു അന്ന് വാങ്ങിയത് കേട്ടോ. അതിൻ്റെ മത്തിത്തോരൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മത്തി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്ക് മീൻ മുറിക്കാൻ വേണ്ടി കത്രിക കൂടിയേ തീരുള്ളൂ കേട്ടോ. നിങ്ങളെല്ലാവരും കത്രി ഉപയോഗിച്ചാണോ മീൻ മുറിക്കാറ്? എനിക്ക് കത്തി കൊണ്ട് മീൻ മുറിക്കുന്നത് പരിചയമില്ല, എപ്പോഴും കത്രി ഉപയോഗിച്ച് തന്നെ മുറിക്കാറ്. അപ്പോൾ ഇതാ ഞാൻ മത്തിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഫിലോപ്പിയ നന്നാക്കാൻ വേണ്ടി നോക്കുകയാണ്. അന്ന് അവർ ഫുള്ള് തൂളിയൊക്കെ കളഞ്ഞ് തന്നെന്ന് മാത്രമേ ഉള്ളൂ, അവർ കട്ട് ചെയ്തൊന്നും തന്നില്ലായിരുന്നു. അപ്പോൾ ഇതാ ഞാനിതാ കട്ടിംഗ് ബോർഡിൽ വെച്ചൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു. കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വരഞ്ഞതിന് ശേഷം ബാക്കി കത്രി വെച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതാ നന്നായിട്ട് ഉപ്പൊക്കെ തേച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ ഇതാ ഞാനിതൊരു ബോക്സിലിട്ട് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അപ്പോൾ ആദ്യം തന്നെ ഞാൻ മത്തി ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത് നിറച്ചും വെള്ളം ഒഴിച്ച് വെച്ചു. അതേപോലെ തന്നെ മറ്റേ ഫിലോപ്പിയ മീനും കഴുകിയെടുത്തു. അതും ഞാനൊരു ബോക്സിലേക്കാക്കി കഴുകിയെടുത്തു കേട്ടോ. പിന്നെ ഇതാ കയ്യൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ കൊണ്ടുവച്ചു. നിങ്ങളും ഇങ്ങനെ തന്നെയാണ്